കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയം. ജീവനക്കാരുടെ തൊഴിൽ പ്രതിസന്ധിയിൽ തീരുമാനമായില്ല. അതേസമയം ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിനെ ന്യായീകരിച്ച് കോറോ ഹെൽത്ത് കമ്പനിയും രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, ഇന്ന് സർക്കാർ മുന്നോട്ട് വെച്ചത് ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാണ്. പക്ഷേ കമ്പനി പിന്നോട്ടില്ല. ആ പിരിച്ചുവിട്ട നിലപാടുമായി മുന്നോട്ട്. ഇന്നത്തെ ചർച്ച പരാജയം. 20-ാം തീയതി ഇനി എന്താണ് ചർച്ച നടക്കാൻ പോകുന്നത്? നിലവിൽ കമ്പനിയെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നോ? ഈ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഓൺലൈനായാണ് കമ്പനി അധികൃതർ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. ഇവിടെ ഈ കളക്ടറേറ്റിലെത്തിയത് ലീഗൽ അഡ്വൈസർ മാത്രമാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ജീവനക്കാരുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള 20-ാം തീയതി വീണ്ടും മറ്റൊരു ചർച്ചയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മന്ത്രി നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു നടപടികളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ എന്നതുമൊക്കെ ബന്ധപ്പെട്ട് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കൂ എന്നാണ് നിലവിൽ മന്ത്രി ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ 20-ാം തീയതി വരെ ഇനി ഈ ജീവനക്കാർ എന്തു ചെയ്യണം എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അതായത് എന്ത് തന്നെയായാലും ഓഫീസ് അവിടെ തുറന്ന് പ്രവർത്തിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ ഓഫീസ് അടച്ചുപൂട്ടിയ ഒരു സാഹചര്യം തന്നെയാകും. അവിടേക്ക് ഈ ജീവനക്കാർ എത്തേണ്ടതുണ്ടോ എന്നതിൽ ഒരു വ്യക്തത നിലവിൽ ഇപ്പോഴുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ മന്ത്രിയും ഒപ്പം തന്നെ ജീവനക്കാരും ഒക്കെ സൂചിപ്പിച്ചത് ഈ കമ്പനിയിലേക്ക് ജീവനക്കാർ എത്തുകയും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നൽകണം എന്നുമൊക്കെയാണ്. പക്ഷേ അത് കമ്പനി നിലവിൽ അതിനോട് ഒരു അനുകൂല സമീപനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇനി ഈ ഓഫീസിലേക്ക് ഈ ജീവനക്കാർ എത്തിയാൽ അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ വെറും ഒരു ഹാജർ രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജീവനക്കാരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 4 ജീവനക്കാരുടെ പ്രതിനിധികളാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ കമ്പനി അധികൃതർ എത്തുമോ എന്നതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവർ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഓൺലൈനായി പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ കമ്പനി അധികൃതർ നേരിട്ട് കൊച്ചിയിൽ എത്തും എന്ന ഒരു കാര്യം കൂടി നിലവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാം എന്നതും ഒരു ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ 3 തവണയായി ഇത്തരത്തിൽ ചർച്ച നടക്കുമ്പോഴും പറഞ്ഞ ഒരു കാര്യം കമ്പനി അധികൃതർ എത്തുമെന്നായിരുന്നു. പക്ഷേ അത് ഇതുവരെ അവർക്കത് പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടുമില്ല. അതേസമയം തന്നെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത് അല്ലെങ്കിൽ മറ്റൊരു കാര്യം വ്യക്തമായിട്ടുള്ളത് ഈ കമ്പനി നഷ്ടത്തിലാണ് എന്നൊരു വാദമാണ് കമ്പനി അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും ഈ കമ്പനി അടച്ചുപൂട്ടുന്നത്. സമാനമായ സാഹചര്യം മറ്റിടങ്ങളിലും ഇപ്പം ബാംഗ്ലൂരു അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട് എന്നാണ് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു കണ്ടെത്തൽ എന്ന രീതിയിൽ നിലവിൽ ഇപ്പോൾ മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വാദം കമ്പനി ഇത്തരത്തിൽ നഷ്ടത്തിലല്ല, കമ്പനി ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ജീവനക്കാർക്ക് മേൽ അല്ലെങ്കിൽ ജീവനക്കാർ കമ്പനിയുടെ ഇഷ്ടത്തിന് ഇവിടെ ജോലിയിൽ പ്രവേശിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്നൊരു കാര്യമാണ്. അതായത് മറ്റിടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ജീവനക്കാരെ കൂടുതലായി ഇത്തരത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് കമ്പനിക്ക്. പക്ഷേ കേരളത്തിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ജീവനക്കാർ അതിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഈ കമ്പനി അടച്ചുപൂട്ടുക എന്നൊരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവരുടെ ഈ ജീവനക്കാരോടുള്ള സമീപനം എങ്ങനെയാണ്? അവിടെയുള്ള എല്ലാ ജീവനക്കാരെയും നിലനിർത്തിയിട്ടുണ്ടോ? മറ്റിടങ്ങളിൽ ഈ കോഴിക്കോട്ടടക്കം പിരിച്ചു വിട്ടിട്ട് പുതിയ ജീവനക്കാരെ എടുക്കാനാണ് ഇവരുടെ നീക്കം? എന്താണ് ശരിയായൊരു വസ്തുത? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവരുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്? കമ്പനി നഷ്ടത്തിലാണെന്ന് അധികൃതർ പറയുമ്പോഴും മറ്റിടങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹൈദരാബാദും ഒപ്പം തന്നെ ബാംഗ്ലൂരു പോലുള്ള മറ്റിടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പിരിച്ചുവിടലുകൾ ഇപ്പോഴും നടക്കുന്നു എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, കൂടുതൽ ജീവനക്കാരെ മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്പനികളിലേക്ക് എടുക്കുന്നു എന്നൊരു വിവരമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ജീവനക്കാരും മുന്നോട്ട് വെച്ചത്. അതായത് ജീവനക്കാരോടും ആദ്യഘട്ടം മുതൽ തന്നെ ഈ കമ്പനി അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ കമ്പനി നഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂട്ട പിരിച്ചുവിടലിലേക്ക് പോകുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളും സമാന
സാഹചര്യമാണ് എന്നായിരുന്നു കമ്പനി അധികൃതർ സൂചിപ്പിച്ചത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ജീവനക്കാർ പറയുന്നു. ജീവനക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ കമ്പനി നഷ്ടമാണെങ്കിൽ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2.5 മാസത്തെ ശമ്പളം, ഏകദേശം 900-ന് മുകളിൽ ജീവനക്കാർക്കാണ് 2.5 മാസത്തെ ശമ്പളം അവരെ അക്കൗണ്ടുകളിലേക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനി എങ്ങനെ ഇത്രയും ജീവനക്കാരുടെ ശമ്പളം നൽകി എന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശരി അമൽനാഥ് പാടിച്ചാലാണ് ഏതായാലും കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല. ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നുള്ള സൂചനയാണ് കമ്പനി അധികൃതർ നൽകിയത്. ഏതായാലും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് അറിയിച്ചത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 20-ാം തീയതി ചർച്ച വരെ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശമായി പറഞ്ഞത്. അപ്പോൾ അതിന് അവർ വീട്ടിലിരിക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിശക്തമായി ഞങ്ങൾ എല്ലാവരും അത് പ്രതിഷേധിച്ച് പറയായി. ആ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും ചർച്ചയ്ക്കായി കമ്പനി 20-ാം തീയതി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്.